ഡിജിറ്റൽ സർവകലാശാലയിൽ ചേർന്ന ബോർഡ് ഓഫ് ഗവേണൻസ് യോഗ തീരുമാനങ്ങൾ തടഞ്ഞ് ഗവർണർ. സർവകലാശാല ചട്ടങ്ങൾക്ക് വിരുദ്ധമായാണ് യോഗം ചേർന്നതെന്ന് ചൂണ്ടിക്കാണിച്ചാണ് നടപടി. കാലാവധി തീർന്ന ചെയർമാന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗവും സ്വീകരിച്ച തീരുമാനങ്ങളും നിലനിൽക്കില്ല എന്ന് ഗവർണർക്ക് പരാതി ലഭിച്ചിരുന്നു. ചെയർമാന് സർവകലാശാല നിയമനത്തിൽ കാലാവധി നിശ്ചയിച്ചിട്ടില്ല എന്നാണ് വിസിയുടെ നിലപാട്. വിജിൻ വായന്തോട് വിവരങ്ങൾ നൽകും. വിജിൻ, ഇപ്പോൾ ആ തീരുമാനങ്ങളൊക്കെ ഗവർണർ തടഞ്ഞിരിക്കുകയാണ്. ഇനി കാര്യങ്ങൾ എങ്ങനെയാണ് മുന്നോട്ട്? ജിൽസി, ഡിജിറ്റൽ സർവകലാശാലയുടെ കാര്യത്തിൽ എല്ലാ തീരുമാനങ്ങളും, അതിന് നയപരമായ എല്ലാ തീരുമാനങ്ങളും കൈക്കൊള്ളുന്നത് ഗവേണൻസ് ബോഡിയാണ്. ഈ ബോഡി അവസാനം ചേർന്ന ആ ഗവേണൻസ് ബോഡി യോഗ തീരുമാനങ്ങൾ റദ്ദു ചെയ്തുകൊണ്ടാണ് നിലവിലിപ്പോൾ ഗവർണർ തീരുമാനമെടുത്തിട്ടുള്ളത്. നിലവിലെ ചെയർമാനായിട്ടുള്ള കർണാടക സ്വദേശി പ്രൊഫസർ വിജയ് ചന്ദ്രുവിന്റെ കാലാവധി 2 വർഷം മുമ്പ് അവസാനിച്ചു എന്നുള്ളതാണ് ഈ പരാതിയിൽ പറഞ്ഞത്. സർവകലാശാല സേവ് യൂണിയൻ അവരാണ് ഇക്കാര്യത്തിൽ ഗവർണർക്ക് പരാതി നൽകിയത്. മറ്റു വിഷയങ്ങളിൽ ഉൾപ്പെടെയുള്ള പരാതികളും ഗവർണർക്ക് നൽകുന്നത് സാധാരണ സേവ് യൂണിവേഴ്സിറ്റി യൂണിയൻ തന്നെയാണ്. അതായത് അവരുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നിലവിൽ യോഗ തീരുമാനങ്ങൾ പൂർണ്ണമായും റദ്ദു ചെയ്തുകൊണ്ട് കാലാവധി തീർന്ന ചെയർമാന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം, ആ യോഗത്തിന്റെ ഒരു തീരുമാനങ്ങളും നിലനിൽക്കില്ല എന്നുള്ള തീരുമാനത്തിലേക്ക് ഗവർണർ ഇപ്പോൾ എത്തിയിട്ടുള്ളത്. നിലവിൽ LDF സർക്കാരിന്റെ കാലത്ത്, അതായത് ഗവർണറുമായി VC നിയമനത്തിൽ ഏറ്റുമുട്ടൽ നടന്നതിന് ശേഷം ഡിജിറ്റൽ സർവകലാശാലയിൽ സർക്കാരിന്റെ പ്രതിനിധിയെ തന്നെ നിയമിക്കാൻ ഗവർണർ തീരുമാനമെടുത്തിരുന്നു. അതാണ് നിലവിലുള്ള വൈസ് ചാൻസലർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ വൈസ് ചാൻസലറുടെ നിലപാട് പക്ഷേ ഈ സർവകലാശാലയുടെ ബൈലോയിൽ എവിടെയും 2 വർഷം കൊണ്ട് ഒരു കാലാവധി അവസാനിച്ചു എന്ന് പറയുന്നില്ല. നിശ്ചിതമായ ഒരു കാലാവധി അങ്ങനെ നിശ്ചയിച്ചിട്ടില്ല എന്നുള്ളതാണ് VC ഇപ്പോൾ അദ്ദേഹം വ്യക്തമാക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ VC നേരിട്ടെത്തി അതിന്റെ രേഖകൾ ഹാജരാക്കാൻ ഉൾപ്പെടെ പറഞ്ഞിട്ടുണ്ട്. ഇതിൽ എന്ത് തീരുമാനം ഇനിയിപ്പോൾ എടുക്കും എന്നുള്ളതാണ്. സജി ഗോപിനാഥാണ് നിലവിൽ ഡിജിറ്റൽ സർവകലാശാലയുടെ വൈസ് ചാൻസലർ. ഏതെങ്കിലും തരത്തിലുള്ള തർക്കത്തിലേക്ക് അതിനി മാറുമ്പോൾ എന്നുള്ള കാര്യമാണ് അറിയേണ്ടത്. എന്തായാലും നിലവിൽ ഇപ്പോൾ ഗവൺമെന്റ് ഗവേണൻസ് ബോഡി യോഗത്തിന്റെ തീരുമാനങ്ങൾ പൂർണ്ണമായും റദ്ദു ചെയ്തിരിക്കുകയാണ്.